Hi dears, അഞ്ജു മിസ് ആണ്. സോ മലയാളത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന, അതായത് ഈ വർഷം തീർച്ചയായും നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വർഷം എക്സാമിന് ഈ ഒരു ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേതാണ് ആ ചോദ്യം? യെസ്, ആ ചോദ്യം വേറൊന്നുമല്ല, നിവേദനം. കുറെ മക്കൾക്ക് ചിലപ്പോ 5ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻവർഷ ക്ലാസ്സിൽ പഠിച്ചതുപോലെ എങ്ങനെയാണ് നിവേദനം എഴുതേണ്ടത് എന്ന് ചിലപ്പോൾ അറിയുമായിരിക്കും അല്ലെ. പക്ഷെ ചില മക്കൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണും, എങ്ങനെ നിവേദനം എഴുതാം. അപ്പൊ ഇവിടെ ഒരു വിഷയം തന്നിട്ടുണ്ട് നിവേദനത്തിന്റെ വിഷയം ഇതാണ്: നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഹെഡ് മാസ്റ്റർക്ക് ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പൊ നിവേദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലായി കാണും, ഒരു അപേക്ഷയാണ് അല്ലെ നിവേദനം. ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർക്കാണ്. വിഷയം എന്താണ്? വിഷയം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ കുറെ അധികം പുസ്തകങ്ങൾ വേണം. ലൈബ്രറി എന്താണ്? നോവലുകൾ കാണും, കഥകൾ കാണും, കവിതകൾ കാണും, ഇതൊക്കെ ഉള്ളതാണ് സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്നത്. ഈ ലൈബ്രറിയിലേക്ക് ഇനിയും പുസ്തകങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നിവേദനത്തിന്റെ വിഷയം. ഇനി മക്കൾ ശ്രദ്ധിച്ചോളൂ, നിവേദനത്തിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ലെറ്റർ എഴുതുമ്പോൾ ലെറ്ററിനൊക്കെ ഒരു ഫോർമാറ്റ് അല്ലേ? അതേപോലെ നിവേദനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം എഴുതേണ്ടത് പ്രേഷിതനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് പ്രേഷിതൻ? പ്രേഷിതൻ എന്ന് വെച്ചാൽ ആരാണോ ഈ നിവേദനം സമർപ്പിക്കുന്ന ആൾ, ഈ നിവേദനം എഴുതുന്ന ആൾ, അയാളാണ് പ്രേഷിതൻ. ഇപ്പൊ ഞാനാണ് ഈ നിവേദനം എഴുതുന്നെങ്കിൽ മിസ്സിന്റെ പേരാ വെക്കുക കേട്ടോ. മിസ്സിന്റെ പേരെന്താണ്? അഞ്ജിത. ആൻഡ് മിസ്സിന്റെ സ്കൂൾ വെക്കട്ടെ, സ്കൂളിൽ നിന്നല്ലേ മിസ് എഴുതുന്നത്. അപ്പൊ വേണമെങ്കിൽ മിസ് വെറുതെ GVHS ഒരു സ്ഥലം എഴുതാം, എന്തേലും ചെങ്ങന്നൂർ അങ്ങനെയുള്ള എഴുതുവാണേ ഒരു സ്ഥലം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ സ്കൂളായി, മിസ്സിന്റെ പേരായി. ആരാണോ അപേക്ഷ സമർപ്പിക്കുന്നത്, നിവേദനം എഴുതുന്നത്, അയാളാണ് പ്രേഷിതൻ. മക്കളാണ് നിവേദനം എഴുതുന്നതെങ്കിൽ അവിടെ മക്കളുടെ പേര് വെക്കുക. ഓക്കെ, അടുത്തത് സ്വീകർത്താവാണ്. സ്വീകർത്താവ്. ഓക്കെ, സ്വീകർത്താവ് എന്ന് വെച്ചാൽ സ്വീകരിക്കുന്ന ആള്, നിവേദനം സ്വീകരിക്കുന്ന ആള്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ആർക്കാണ് നിവേദനം എഴുതുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നിവേദനം എഴുതുന്നത്. സോ ഇവിടുത്തെ സ്വീകർത്താവ് എന്ന് പറയുന്നത് മക്കളുടെ ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ ഹെഡ് മാസ്റ്റർക്ക് ഞാൻ വേറെ ഒരു പേരിടാം കേട്ടോ. എന്താണ്? മോഹൻകുമാർ എന്നുള്ള എഴുതുവാണ്. നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആണ് മോഹൻകുമാർ, ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർ. സ്കൂളിന്റെ പേരെന്താണ്? മക്കള് പഠിക്കുന്നത് GVHSലാണ്. ഹെഡ് മാസ്റ്ററും അതേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. സോ GVHS ചെങ്ങന്നൂർ എന്ന് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഫോർമാറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. എഴുതുന്ന ആളും അതേപോലെ നിവേദനം സ്വീകരിക്കുന്ന ആളും. എഴുതുന്ന ആള് പ്രേഷിതൻ, സ്വീകരിക്കുന്ന ആള് സ്വീകർത്താവ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഷയം എഴുതാം കേട്ടോ. വിഷയം എഴുതുന്നതിന് മുൻപ് സർ എന്ന് അഭിസംബോധന ചെയ്യും. ഓക്കെ, സർ എന്ന് എഴുതിയിട്ട് വിഷയം എഴുതുന്നു. ഓക്കെ, വിഷയം എന്താണ്? വിഷയം സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുതുതായി വാങ്ങേണ്ട പുസ്തകങ്ങളെ സംബന്ധിച്ച് എന്ന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് നിവേദനത്തിൽ എന്താണോ ടോപ്പിക് തന്നിരിക്കുന്നത്, വിഷയം തന്നിരിക്കുന്നത്, അതാണ് വിഷയമായിട്ട് എഴുതേണ്ടത്. ഇവിടുത്തെ വിഷയം സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. ഇവിടെ മിസ് ഒരു മോഡൽ എഴുതി തന്നിട്ടുണ്ട്. എന്താ എഴുതി തന്നിരിക്കുന്നത്? സർ, ഞാൻ ഈ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ സ്കൂൾ വായനശാല സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അതിനാൽ തന്നെ വായനശാലയിൽ പുസ്തകങ്ങളുടെ ലഭ്യതയിൽ അനുഭവിക്കുന്ന ദൗർലഭ്യം എന്ന് വെച്ചാൽ കുറവാണ് കേട്ടോ. കുറവിനെ കുറിച്ച് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ നിവേദനം സമർപ്പിക്കുന്നത്. അപ്പൊ എന്താ എഴുതിയത്? ഈ നിവേദനത്തിന്റെ ആവശ്യകത എന്താണെന്ന് എഴുതി. സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചാണ് എന്നുള്ള കാര്യം എഴുതി. ആൻഡ് കുട്ടികൾക്ക് ആവശ്യമായ നോവലുകളുടെയും ചെറുകഥകളുടെയും ഒരു സമാഹാരം നമ്മുടെ വായനശാലയിൽ അത്യന്താപേക്ഷിതമാണ്. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കവിതാ സമാഹാരങ്ങളും ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. അതേപോലെ മക്കൾക്ക് എന്തൊക്കെയാണ് ആവശ്യം? നിങ്ങൾക്ക് നോവലുകളാണോ ആവശ്യം? നിങ്ങൾക്ക് നോവലുകൾ ആവശ്യപ്പെടാം. നിങ്ങൾക്ക് കവിതകളാണോ വായിക്കാൻ വേണ്ടത്? കവിതാ പുസ്തകങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള, ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണോ വായനശാലയിലേക്ക് വേണ്ടത്, ലൈബ്രറിയിലേക്ക് വേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിവേദനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മിസ് ഇപ്പൊ ഒരു മോഡൽ മാത്രമാണ് തന്നിരിക്കുന്നത്. മക്കളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത്
മാറ്റി എഴുതാൻ സാധിക്കും എന്ന് വിശ്വസ്തയോടെ നിങ്ങളുടെ പേരെഴുതുക, നിങ്ങളുടെ ഒപ്പിടുക. ഓക്കെ, നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങളുടെ ഒപ്പിടുക. ഇവിടെ നിങ്ങളുടെ സ്ഥലം എഴുതുക, ഇവിടെ നമുക്ക് തീയതി എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അന്നത്തെ തീയതി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു നിവേദനം എഴുതേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ മക്കൾക്കൊക്കെ ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് നിവേദനം. അപ്പൊ നിവേദനം ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനാകാം, അവിടുത്തെ മലിനീകരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കത്ത് സമർപ്പിക്കാനാകാം, അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ച് ആ നിവേദനം ഹെഡ് മാസ്റ്റർക്കാവാം, എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷെ അതിനൊരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്, ഒരു പ്രേഷിതനുണ്ട്, സ്വീകർത്താവുണ്ട്, വിഷയം അവതരിപ്പിക്കണം, അവസാനം എന്ന് വിശ്വസ്തയോടെ നിങ്ങളുടെ പേരെഴുതി നിങ്ങളുടെ ഒപ്പെഴുതുക, ഇടതുവശത്ത് സ്ഥലവും തീയതിയും മറക്കാതെ വെക്കുക. ഇതാണ് നിവേദനത്തിന്റെ ഫോർമാറ്റ്. അവിടെ വിഷയം മാത്രമാണ് മാറുന്നത്. ചോദ്യപേപ്പറിൽ മക്കൾക്ക് തരുന്നത് എന്താണോ അതായിരിക്കും വിഷയം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിവേദനം പഠിക്കാതെ കുഞ്ഞുങ്ങളും ഈ വർഷം എക്സാമിനൊന്നും പോകരുത്. തുടക്കാണ്, നമുക്ക് സമയമുണ്ട്, ഒരുപാട് നിവേദനങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. വളരെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഹോളിഡേയ്സ് ആണ്, അതൊക്കെ വെക്കേഷൻ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതിനിടയിൽ കുറച്ച് സമയം പഠനത്തിനും കൂടി കണ്ടെത്തുക. നമുക്ക് ഇനി ഒരുപാട് വീഡിയോസിലൂടെ കാണാം. അഞ്ചു മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അഞ്ചു മിസ്സിന് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യണം. കമന്റിലൂടെ മിസ്സിന് അറിയാൻ പറ്റും മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ വരും. ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അത് വെറുതെ മിസ് പറയുന്നതല്ല, അതിന്റെ പ്രയോജനം മക്കൾക്ക് തന്നെയാണ്. കാരണം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണണ്ടേ? മിസ്സിന്റെ മലയാളം ക്ലാസ് മാത്രം കണ്ടാൽ മതിയോ? പോരാ, എല്ലാവരുടെയും ബേസിക് സയൻസിന്റെ ക്ലാസ് കാണണം, ഇംഗ്ലീഷിന്റെ ക്ലാസ് കാണണം, അല്ലെ? എല്ലാ ക്ലാസ്സുകളും കാണണം. സോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് മക്കൾക്ക് മെസ്സേജ് ചെയ്തു തരും, ഈ ക്ലാസ്സിൽ ഈ ചാനലിൽ ഇന്ന വീഡിയോ അപ്ലോഡ് ആയി എന്നുള്ള മെസ്സേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കമന്റ്സ് ഒക്കെ അറിയിക്കുക. ഇനിയും ഒരുപാട് ക്ലാസ്സുകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.